ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് SRG. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ടൈം ആൻഡ് വർക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടൈം ആൻഡ് വർക്ക് പഠിക്കുന്നതിന് മുന്നേ ടൈം ആൻഡ് വർക്കിൽ നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ LCM മെത്തേഡ് വെച്ചിട്ടായിരിക്കും. LCM മെത്തേഡ്. അപ്പോൾ LCM മെത്തേഡ് കൂടുതൽ ഫാസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ രണ്ട് നമ്പേഴ്സിൻ്റെ LCM ഫാസ്റ്റായിട്ട് കണ്ടുപിടിക്കണം. അപ്പം അത് അറിഞ്ഞുകൂടാത്തവർ അതിനെപ്പറ്റി നല്ലൊരു ധാരണ തന്നെ വെക്കണം. നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് നമ്മൾ LCM പെട്ടെന്ന് എടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ 2-3 നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. നോക്കിക്കേ, 12, 6, പിന്നെ ഉള്ളത് 48. ഓക്കെ, 3 നമ്പേഴ്സ്. ഈ 3 നമ്പേഴ്സിൻ്റെ LCM നമുക്ക് എങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കേ, ഈ ഒരു നമ്പർ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ട ഇതിൽ വലിയ നമ്പറിനെ അങ്ങ് സെലക്ട് ചെയ്യണം. 48. ഈ ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ജസ്റ്റ് LCM എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. 48 ചൂസ് ചെയ്യുക. ആ 48 12 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അപ്പോൾ 12 കൊണ്ട് ഡിവിസിബിൾ ആണ്. 12 × 4 ആണ് എന്ത്? 48. അതുപോലെ തന്നെ 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 48 ആയിരിക്കും നമ്മുടെ LCM എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, 12ഉം 18. 12ഉം 18. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? വലിയ നമ്പർ ചൂസ് ചെയ്യുക. തമ്മിൽ വലിയ നമ്പർ 18 അല്ലേ വലിയ നമ്പർ. 18 കൊണ്ട് 12 ഡിവിസിബിൾ ആണോ? അല്ല. അപ്പം എന്ത് ചെയ്യുക? 18ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. 18 × 1 നമ്മൾ ചെക്ക് ചെയ്തു. 18 × 2 ചെക്ക് ചെയ്യുക. 18 × 2 എന്ന് പറയുന്നത് 36 ആണ്. 18 × 2 എന്ന് പറയുന്നത് 36 ആണ്. അങ്ങനെയാണെങ്കിൽ 36 12 കൊണ്ട് ഡിവിസിബിൾ ആണോ? 36 12 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പം ഇത് രണ്ടും കൊണ്ടും ഡിവിസിബിൾ ആണ്. അപ്പോൾ LCM എത്രയാണ്? 36. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾ LCMs റാൻഡം ആയിട്ടുള്ള കുറേ നമ്പേഴ്സ് ഇട്ടിട്ട് LCMs പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് പ്രാക്ടീസ് ചെയ്തോളാം. ടൈം ആൻഡ് വർക്കിൽ നല്ല രീതിക്ക് ഉപകാരപ്പെടും. ചില ചോദ്യങ്ങളല്ല, മിക്ക ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മനസ്സിൽ ചെയ്തിട്ട് ആൻസർ കുത്താവുന്നതാണ്. അപ്പം LCM ഇതുവരെ അറിഞ്ഞുകൂടാത്തവർ എന്ത് ചെയ്യുക? LCM പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് A and B വർക്കിംഗ് ടുഗദർ ക്യാൻ ഫിനിഷ് എ പ്രോജക്റ്റ് ഇൻ 16 days. എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 16 ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം വൈൽ B alone ക്യാൻ ടേക്ക് 24 days ടു കംപ്ലീറ്റ് ദ വർക്ക്. ബി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്? 24 ദിവസം എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇൻ ഹൗ മെനി ഡേയ്സ് A alone ഫിനിഷ് ദ ജോബ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, വർക്ക് ബൈ ടൈം ആണ്. ഇതാണ് നമ്മൾ ടൈം ആൻഡ് വർക്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓരോ ക്വസ്റ്റ്യനും എഴുതുമ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യമായിട്ട് ഞാൻ ഇത് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ടൈമിൽ, ഒരു മണിക്കൂർ അല്ലെങ്കിൽ യൂണിറ്റ് ടൈം, ഒരു ഡേ ആണെങ്കിൽ ഒരു ഡേ. ഓക്കെ, ഇവിടെ ഡേയ്സിൻ്റെ കണക്കാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡേ. അപ്പോൾ ഒരു ഡേയിൽ ചെയ്യുന്ന വർക്ക് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഏതാണോ അവിടെ പറയുന്ന ആ ഒരു ടൈമിൻ്റെ യൂണിറ്റ്, ആ ഒരു യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഇത് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇവിടെ എന്താണ്? എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ടൈം തന്നിട്ടുണ്ട്. എത്രയാണ്? 16 ആണ്. ബി എലോൺ ചെയ്യുന്നത് എന്താണ്? 24. അപ്പം വർക്ക് ഈ LCM മെത്തേഡിൽ നമ്മൾ വർക്ക് എന്തായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്? ഈ 2 ഡേയ്സിൻ്റെ LCM. അപ്പം 16ഉം 24. 16ൻ്റെ 24ൻ്റെ LCM 24. 16 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ 24ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. 48. 16 കൊണ്ട് ഡിവിസിബിൾ ആണ്. 16 × 3 ആണെന്ത്? 48 അല്ലെങ്കിൽ 48 എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്ത് വരും? എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ടൈം. വർക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണ്? 48 ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 48/16 എത്ര വരും? 3 എന്ന് വരും. സെക്കൻഡ് കേസിലാണെങ്കിലോ 2 എന്ന് വരും. ഓക്കെ, ഇവിടെ എക്കും ബിക്കും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. അതേസമയം ബി മാത്രം ചെയ്യുമ്പോൾ ഉള്ള എഫിഷ്യൻസി എന്താണ്? 2. നോക്കണം മക്കളെ, നമുക്ക് ഒരിക്കലും ടൈമുകൾ തമ്മിൽ കൂട്ടാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? എഫിഷ്യൻസി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, ടൈം ആൻഡ് വർക്കിൻ്റെ കൺസെപ്റ്റിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന എന്താണ്? എഫിഷ്യൻസീസ് ആണ്. അപ്പോൾ എയുടെയും ബിയുടെയും എഫിഷ്യൻസി 3 ആണ്. ബിയുടെ എഫിഷ്യൻസി 2 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയുടെ എഫിഷ്യൻസി 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോഴല്ലേ ടോട്ടൽ 3 കിട്ടുന്നത്. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, എ എലോൺ ടേക്സ് എത്ര ടൈം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ടോട്ടൽ വർക്ക് എപ്പോഴും എന്താണ്? 48 ആണ്. എ ചെയ്ത ടൈം കിട്ടാൻ 80. ഓക്കെ, 80 എന്ന് എഴുതാണ് ഞാൻ എയുടെ ടൈമിന്. ഓക്കെ, അപ്പം ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ
എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് മക്കളെ? 1 ആണെന്ന്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 48. ആൻസർ 48 ഡേയ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഇപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യം കൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പ് എഴുതിയത്. ഇനി വരുന്ന ചോദ്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് മിനിമൈസ് ചെയ്ത് നമ്മൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണോ എഴുതേണ്ടത് ആ ഒരു രീതിയിലായിരിക്കും എന്ത് എഴുതി പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. എ ആൻഡ് ബി, എക്കും ബിക്കും, എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 60 days ആൻഡ് 75 days റെസ്പെക്റ്റീവ്ലി. എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഒറ്റയ്ക്ക് 60 ദിവസം എടുക്കും, ബി ഒറ്റയ്ക്ക് 75 ദിവസം എടുക്കും. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ഡേയ്സ് എഴുതി പോവാണ്. ഇനി അങ്ങോട്ട് വരുന്ന ക്വസ്റ്റ്യനുകൾ എന്താണ്? ഡേയ്സ് എഴുതത്തില്ല, ചിലപ്പോൾ ഒറ്റയടിക്ക് എഫിഷ്യൻസി എഴുതി അങ്ങ് പോകും. അപ്പോൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. 75, 60 വലിയ നമ്പർ ഏതാണ്? 75 ആണ്. 75 കൊണ്ട് 60 ഡിവിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ 75 × 2 നോക്കുക. 75 × 2 150 ആണ്. 150 കൊണ്ടും ഡിവിസിബിൾ അല്ല. 75 × 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 75 × 3 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന്. 75 × 3 കൊണ്ടും ഡിവിസിബിൾ അല്ല. അപ്പോൾ 75 × 4 300 കൊണ്ട് ഡിവിസിബിൾ ആണ്. 300 കൊണ്ട് 60 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി എത്രയെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി കിട്ടി. എയുടെ എഫിഷ്യൻസി 5 ആണ്, ബിയുടെ എഫിഷ്യൻസി 4 ആണ്. നോക്കിയടാ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? ഹൗ മെനി ഡേയ്സ് ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദി ടാസ്ക് ഇഫ് ദേ വർക്ക് ടുഗദർ. വർക്ക് ടുഗദർ എന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു എന്താണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്? എഫിഷ്യൻസീസ് ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് A+B ആയ 9 ആവോടാ മക്കളെ. നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ഹൗ മെനി ഡേയ്സ് എന്നുള്ളത് എത്രയാവും? എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള ഡേയ്സ് നമുക്കറിയാം. ടോട്ടൽ 300 വർക്കാണുള്ളത്. 300 ഡിവൈഡഡ് ബൈ എന്താണ്? A+Bയുടെ എഫിഷ്യൻസി. വെട്ടുമ്പോൾ 3 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 100/3. ആൻസർ 33 1/3 ഡേയ്സ് എന്ന് കിട്ടും. 33 1/3 ഡേയ്സ് നമ്മുടെ ഓപ്ഷൻ എ ആണെന്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കാം അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നിങ്ങൾ ഓരോ ചോദ്യവും വരുമ്പോൾ പോസ് ചെയ്ത് നിങ്ങളേതായിട്ട് ചെയ്യുക. എന്നിട്ട് മാത്രം സാറിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ വർക്ക് ചെയ്താലേ നിങ്ങളെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്. സെയിം ടൈപ്പ് ഓഫ് ചോദ്യമാണ്. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 15 days. ബി ക്യാൻ ഡു ദ സെയിം വർക്കാണ് ചെയ്യുന്നത് എന്താണ്? 30 ദിവസത്തിൽ. അപ്പോൾ എഫിഷ്യൻസി കിട്ടണം. അതിന് നമുക്ക് എന്ത് വേണം? ടോട്ടൽ വർക്ക് വേണം. നമുക്ക് അതെന്തറിയാം? ഡേയ്സിൻ്റെ LCM ആണ് ടോട്ടൽ വർക്ക്. അപ്പം 30 വരൂലയുടെ LCM. 15ൻ്റെയും 30ൻ്റെ LCM എന്ത് തന്നെ വരും? 30 തന്നെ വരും. അത് മനസ്സിൽ വയ്ക്കുക. എഫിഷ്യൻസി എഴുതി പോവാ. എയുടെ എഫിഷ്യൻസി എത്ര വരും? 30 ഡിവൈഡഡ് ബൈ 15 2 വരും. ബിയുടെ എഫിഷ്യൻസി 1 വരും. ഇവർ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ A+B ആവും എഫിഷ്യൻസി. അപ്പം 30 ഡിവൈഡഡ് ബൈ 2 + 1 3. അപ്പോൾ എത്ര കിട്ടും ആൻസർ? ഓപ്ഷൻ എ 10 എന്ന് കിട്ടും. 3 ചോദ്യം ചെയ്തു. 4ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 4ാമത്തെ ചോദ്യം ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ? അപ്പം ഇതൊരു വെറൈറ്റി ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇതിന് നമുക്കൊരു മെത്തേഡ് വെച്ച് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യമേ നമുക്ക് നോക്കാം എന്താണ്? 14 മെന്നുണ്ട്. ആ 14 മെൻ ഒരു 55 മീറ്റർ ലോങ് ഉള്ള ഒരു വാള് 5 days കൊണ്ട് നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ ഇങ്ങനെ എഴുതാം. മെന്ന് ലെങ്ത്ത് L കൊണ്ട് ഡിവൈഡ് ഇനി D. അപ്പോൾ 14 മെന്നുണ്ട്. അവർ 55 മീറ്റർ നീളമുള്ള വാള് 5 days കൊണ്ട് നിർമ്മിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 21 മെന്ന് 4 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നീളമുള്ള മതിൽ അല്ലെങ്കിൽ വോള് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യമേ നമ്മൾ ഇങ്ങനെ എഴുതുക. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ലെങ്ത് അല്ലേടാ. ആ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ഒരു ലെങ്ത് ഉണ്ട് ആദ്യത്തെ കേസിൽ. അപ്പോൾ ആ ലെങ്ത് എഴുതുക. 55 ഇൻറ്റു. നോക്കിക്കേ, ഇനി ഇവിടെ ഡേയ്സ് എന്താണ്? കുറഞ്ഞ് കിടക്കുകയാണ്. നോക്കിക്കേ, ഡേയ്സും നീളം. ഡേയ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നീളം കുറഞ്ഞുള്ള മതിലല്ലേ ബിൽഡ് ചെയ്യാൻ പറ്റൂ? ഡേയ്സും അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ. അപ്പം ഡേയ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നീളവും കുറഞ്ഞ സാധനം മാത്രമേ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കുറഞ്ഞ ഡേ മേളിൽ, കൂടിയത് താഴെ. ഓക്കെ, ഇനി ആൾക്കാരുടെ എണ്ണം രണ്ടാമത്തെ കേസ് എന്ത് ചെയ്തു? കൂടി. ആൾക്കാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നീളം കൂടിയ സാധനം ഉണ്ടാക്കിക്കൂടെ? അപ്പം നീളം കൂടിയത് എന്ത് വേണം? മുകളിൽ വരണം.
ഓക്കെ, നീളം കൂടിയത് ഉണ്ടാക്കുക. അപ്പോൾ 21/14 ഇങ്ങനെ എഴുതാം. ഇനി വെട്ടുമ്പോൾ എത്ര വരും? ഈ 55 5 വെട്ടാം 11 എന്ന് എഴുതാം. ഇത് വെട്ടി നമുക്ക് 3/2 എന്ന് എഴുതാം. ഈ 2 4 വെട്ടി 2 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ആൻസർ എത്ര കിട്ടും? 11 × 6 66 മീറ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ച കാര്യങ്ങൾ എന്താണ്? ലോജിക്ക് എന്താണ്? നീളം നോക്കി നീളം ഏതിനെയൊക്കെ വെച്ച് നോക്കി? നീളം നമ്മുടെ ഡേയ്സിനെ വെച്ച് നോക്കി. ഡേയ്സിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ, ഡേയ്സ് ഒരു 5 ഡേയ്സ് കൂടെ എക്സ്ട്രാ ഇട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നീളം കൂട്ടി ബിൽഡ് ചെയ്തുകൂടെ? അപ്പം അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ഇവിടെ നീളം കുറച്ചേ ബിൽഡ് ചെയ്യാൻ പറ്റൂ. കാരണം എന്താണ്? ഇപ്പോഴുള്ള ഡേയ്സ് കുറവാണ്. അതുകൊണ്ട് 4 മേല് വന്നു, കുറവുള്ള 4 മേല് വന്നു, വലിയ 5 താഴെ വന്നു. ഇനി മെന്നിൻ്റെ അളവ് കൂടുതലാണ്. ഓക്കെ, മെന്നിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. കാരണം ആൾക്കാരുടെ ഫോഴ്സ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മതിൽ കൂടുതൽ കെട്ടാം. അപ്പം നീളം കൂടാം. അപ്പം കൂടിയ 21 എന്ത് ചെയ്യും? മേല് വരും, 21/14. ഇങ്ങനെയാണ്. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വരും. അപ്പം ഈ ലോജിക്ക്, സാറ് പറഞ്ഞ ഈ ലോജിക്ക് നിങ്ങൾ അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 5ാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. A, B and C can do a piece of work in 20, 30 and 60 days respectively. എയും ബിയും സിയും സെപ്പറേറ്റ് ആയിട്ട് 20, 30, 60 ഡേയ്സുകൾ എടുക്കും എന്നാണ് പറയുന്നത്. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ ഡു ദി വർക്ക് ഇഫ് ഹീ ഈസ് അസിസ്റ്റഡ് ബൈ ബി ആൻഡ് സി ഓൺ എവറി തേർഡ് ഡേ? ബിയും സിയും മൂന്നാമത്തെ ദിവസം, ഓരോ മൂന്നാമത്തെ ദിവസവും എയിനെ അസിസ്റ്റ് ചെയ്യും. അതായത് ആദ്യത്തെ ദിവസം എ വർക്ക് ചെയ്യും, രണ്ടാമത്തെ ദിവസം എ മാത്രമായിരിക്കും, മൂന്നാമത്തെ ദിവസം എന്തായിരിക്കും? 3 പേരും കൂടെ വർക്ക് ചെയ്യും. 4ാമത്തെ ദിവസം വീണ്ടും എ, 5ാമത്തെ ദിവസം വീണ്ടും എ, 6ാമത്തെ ദിവസം ഒരുമിച്ച് 3 പേരും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു പ്രക്രിയ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം? എല്ലാവരുടെയും എഫിഷ്യൻസീസ് വേണം. നോക്കാം മക്കളെ, എ, ബി, സി. ഞാൻ ഒറ്റയടിക്ക് എഫിഷ്യൻസി എടുക്കാൻ പോവുകയാണ്. 60 വലിയ നമ്പർ. 60 കൊണ്ട് 20 ഡിവിസിബിൾ ആണ്. 60നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഡിവിസിബിൾ ആണ്. അപ്പം നമ്മുടെ LCM എന്ന് പറയുന്നത് 60 ആണ്. അപ്പം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്ത് വരും? എയുടെ എഫിഷ്യൻസി 60 ഡിവൈഡഡ് ബൈ എയുടെ ടൈം 20. അപ്പം 3 കിട്ടും. ബിയുടേത് 2 കിട്ടും. സിയുടേത് 1 കിട്ടും. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ എത്ര വർക്ക് തീരും? 3 വർക്ക് തീരും. കാരണം എ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് ഡേ എന്ത് ചെയ്യും? 3 വർക്കേ നടക്കുള്ളൂ. 3 6 ഓക്കെ, തേർഡ് ഡേ എത്ര വർക്ക് നടക്കും? തേർഡ് ഡേ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര വർക്ക് ചെയ്യും? 6 വർക്ക് നടക്കും. നോക്കടാ മക്കളെ, 3 ദിവസം കൊണ്ട് നമുക്ക് എത്ര വർക്ക് നടക്കും? 6 × 12 വർക്ക് നടക്കും. 3 ദിവസം കൊണ്ട് 12 വർക്ക് നടക്കും. നമുക്ക് ടോട്ടലുള്ള എത്ര വർക്കാണ്? 60 വർക്കാണ്. അങ്ങനെയാണെങ്കിൽ 60 വർക്ക് നടക്കാൻ നോക്കിക്കേ, 12 × 5 ആണ്. അപ്പം ഇവിടെ എത്ര ദിവസം എടുക്കും? 3 × 5 ആയ 15 ദിവസം എടുക്കും. അപ്പം 15 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഒന്നുകൂടെ നോക്കിക്കേ. ആദ്യത്തെ ദിവസം 3 വർക്ക് എടുത്തു, രണ്ടാമത്തെ ദിവസം 3 വർക്ക് എടുത്തു, മൂന്നാമത്തെ ദിവസം 6 വർക്ക്. കാരണം എന്താണ്? ഇവർ 3 പേരും കൂടെയാണ് വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ എന്താ ചെയ്തത്? ഇതൊരു സൈക്കിൾ കണക്ക് റിപ്പീറ്റ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3 ദിവസം കൊണ്ട് 12 വർക്ക് നടന്നു. 3 ദിവസം കൊണ്ട് 12 വർക്ക് നടന്ന ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 ആണ്. അപ്പം 12 × 5 ആണ് 60 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടൈം പീരീഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? 3 എന്ന് പറയുന്നത് 3 × 5 15 ആകും. ഓക്കെ, 6ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 6ാമത്തെ ചോദ്യം, ഇഫ് 24 വുമൺ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 16 ഡേയ്സ്. 24 വിമണിന് എന്താണ്? 16 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 32 വിമണിന് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, വിമൺ എഴുതി, ഡേയ്സ് എഴുതി. ഓക്കെ, 24 വിമൺ, ഇവിടെ 16 ഡേയ്സ്. അതേസമയം ഇവിടെ 32 വിമൺ ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, നോക്കിക്കേ, ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ഈ 16 എഴുതണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ വിമണിൻ്റെ എണ്ണം എന്ത് ചെയ്തു? കൂടി. വിമണിൻ്റെ എണ്ണം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേയ്സിന് കുറച്ച് പോരേടാ. നമുക്കിപ്പം ഒരു സെയിം വർക്ക് ചെയ്യാൻ ആൾക്കാരെ കൂടുതൽ നിയോഗിച്ചാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് വർക്ക് തീരും. അപ്പം വിമണിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വർക്ക് തീരും. പെട്ടെന്ന് വർക്ക് തീരണമെങ്കിൽ കുറച്ച് വർക്ക് പോരെ. അപ്പം ന്യൂമറേറ്ററി എന്ത് വേണം? കുറഞ്ഞ വാല്യൂ വേണം. ഈ 2 വാല്യൂസിൽ ന്യൂമറേറ്ററി എന്ത് വേണം?
കുറഞ്ഞ വാല്യൂ, ന്യൂമറേറ്റർ കുറഞ്ഞ വാല്യൂ എന്ന് പറയുമ്പോൾ 24 അല്ലേടാ, 24 ഡിവൈഡഡ് ബൈ 32. വെട്ടിക്കൂടെ, വെട്ടുമ്പോൾ 3 വെച്ച് വെട്ടാം, 8 വെച്ച് വെട്ടാം, 8 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ 3/4 കിട്ടും. ഈ 4ഉം 16ഉം കൊണ്ട് വെട്ടാം, 4 കിട്ടും. അപ്പോൾ 4 × 3 ആൻസർ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. നോക്കാം മക്കളെ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കോളാം. നല്ലൊരു കൺസെപ്റ്റാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇതിന് പറയുന്ന പേര് ചെയിൻ റൂൾ എന്ന് പല രീതിയിൽ പറയാറുണ്ട്. എങ്കിലും നിങ്ങൾ ഈ ഒരു ലോജിക്ക് പഠിച്ചു വെച്ചേക്കുക. എന്തുകൊണ്ടാണ് വന്നത്? നമ്മുടെ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ദിവസം കുറച്ച് മതി. അപ്പം ഈ ആൾക്കാരുടെ എണ്ണത്തിൽ കുറഞ്ഞ ദിവസം ന്യൂമറേറ്റർ വരും എന്ന് ഓർക്കുക. ഒരു നമ്പറിനെ കുറയ്ക്കുന്ന എപ്പോഴാണ്? നമ്മളൊരു റെഗുലർ ആയിട്ടുള്ള ഫ്രാക്ഷൻ, അതായത് ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടുള്ള ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു വലിയ നമ്പറിനെ ചെറുതാക്കുന്നത്. ആ ഒരു ലോജിക്ക്. ഓക്കെ, 7ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 7ാമത്തെ ചോദ്യം, 30 men cut 50 trees in 10 hours. ഓക്കെ, 30 മനുഷ്യരെന്താണ് 50 ട്രീസ് 10 മണിക്കൂറിൽ കട്ട് ചെയ്യും. ഇഫ് 10 men ലീവ് ദ ജോബ്, 10 men കുറയാന്ന് വെച്ചാൽ 30 എന്നുള്ളത് എന്തായി? 20ആയി. അപ്പം മെന്നിന്റെ എണ്ണം, ട്രീയുടെ എണ്ണം, ടൈം അവറിലാണ് തന്നേക്കുന്നത്. ഓക്കെ, ഞാൻ എന്ന് രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ്. 30 men ഉണ്ടായിരുന്നു ആദ്യമേ, രണ്ടാമത് എന്തായി? 20 men ആയി. ട്രീസ് എത്ര ഉണ്ടായിരുന്നു? 50. രണ്ടാമതുള്ള ട്രീസ് നമുക്ക് അറിയില്ല. ഇനി ടൈം നോക്കിക്കേ, ആദ്യമേ 10 അവർ ഉണ്ടായിരുന്നു, പിന്നീട് അതെന്തായി? 15 അവറായി. അപ്പൊ എങ്ങനെ ചെയ്യും? നമുക്ക് കണ്ടുപിടിക്കേണ്ട ട്രീസിന്റെ എണ്ണമാണ് അല്ലേടാ. അപ്പൊ 50 നോക്കിക്കേ, സമയം കൂടുതൽ കിട്ടി. സമയം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെട്ടുന്ന മരത്തിന്റെ എണ്ണവും കൂട്ടാം. അപ്പൊ വലിയ സംഖ്യ എന്ത് വരണം? ന്യൂമറേറ്ററി വരണം. കാരണം എന്താണ്? കൂടുതൽ മരം വെട്ടാം. കൂടുതലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വലിയ നമ്പർ മേലിൽ വന്നാലല്ലേ കൂടുതലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വീണ്ടും ഇൻറ്റു. ഇനി നോക്കിക്കേ, ആൾക്കാരുടെ എണ്ണം, മെന്നിന്റെ എണ്ണം കുറഞ്ഞു. മെന്നിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മരങ്ങൾ വെട്ടാൻ പറ്റൂ? ഇല്ല, കുറച്ച് മരങ്ങളെ വെട്ടാൻ പറ്റുള്ളൂ. അപ്പൊ കുറവായ 20 മുകളിൽ വന്നു ബൈ 30. വെട്ടാം. ഇവിടെ വെട്ടുമ്പോൾ എന്ത് കിട്ടും? 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 3 2. നോക്കിക്കേ, ഈ 3 വെട്ടി, 2 വെട്ടി. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 50 ട്രീസ്. ഓപ്ഷൻ ബി 50. എളുപ്പമില്ലേടാ മക്കളെ? 8ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 8ാമത്തെ ചോദ്യം വീണ്ടും ടൈം ആൻഡ് വർക്കിന്റെ ഒരു ചോദ്യമാണ്. LCM പെട്ടെന്ന് നോക്കി പറയാം. A, B, C and C alone can do a piece of work in 9, 12, 18. 9, 12, 18 വലിയ നമ്പർ എന്താണ്? 18 ആണ്. പക്ഷെ LCM 18 ആണോ? അല്ല, 36 ആ. 18 കൊണ്ട് 12 18നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം 18 × 2 നോക്കുമ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം 36 ആണ് നമുക്ക് LCM എന്ന് കിട്ടി. വർക്ക് 32 ഞാൻ ഇവിടെ സൈഡിൽ രേഖപ്പെടുത്തി. ഓക്കെ, എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി ഞാനങ്ങ് എഴുതണമെന്നില്ല, മനസ്സിൽ വെക്കാവുന്നവർക്ക് മനസ്സിൽ വെച്ചാൽ മതിയെന്നേ. ഇതിപ്പോൾ നമ്മൾ ക്ലാസ് ആയതുകൊണ്ട് ജസ്റ്റ് എഴുതി പോകുന്നു. ഓക്കെ, അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ത് വരും? 4. ബിയുടെ എഫിഷ്യൻസി 3. സിയുടെ എഫിഷ്യൻസി എത്ര വരും? 2 വരും. ഓക്കെ, ദേ ആൾ സ്റ്റാർട്ടഡ് ദി വർക്ക് ടുഗദർ. എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്തു? ബട്ട് എ ലെഫ്റ്റ് ആഫ്റ്റർ 3 days. അപ്പോൾ ഈ 3 ദിവസം വരെ അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അപ്പം 3 ദിവസം എന്തുണ്ട്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവർ 3 പേരും ഒരുമിച്ച് വയ്ക്കേ. ഓക്കെ, അപ്പം ഒരു ദിവസം അവർ 3 പേരും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്ക് ചെയ്യും? 4 3 9. ഓക്കെ, അപ്പം 4 3 7 2 9 വർക്ക്. അപ്പോൾ 9 × 3 അതായത് 27 വർക്ക് അവിടെ തീർന്നു. ബാക്കി എത്ര വർക്കേ ഉള്ളൂ? 36 27 തീർന്നു കഴിഞ്ഞാൽ ബാക്കി 9 വർക്കേ ഉള്ളൂ. അപ്പോൾ ബാക്കി 9 വർക്കാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി 2 പേരൂടെ ചെയ്യുന്നത്. ബാക്കി 2 പേരൂടെ എത്ര എഫിഷ്യൻസിയിലാണ് ചെയ്യുന്നത്? 5 എഫിഷ്യൻസിയിൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 9/5 എന്ന് എഴുതാം. ഇൻ ഹൗ മെനി ഡേയ്സ് ദി ടോട്ടൽ വർക്ക് വാസ് കംപ്ലീറ്റഡ് ആണ്. അപ്പം നോക്കിക്കേടാ മക്കളെ, ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ ഈ 3 ദിവസവും കൂടെ ചേരും. അപ്പം 15 + 9/5 എന്ന് വരും. അപ്പം എത്ര കിട്ടും? 24/5. ഓപ്ഷൻ ബി. നിങ്ങൾ ഒരിക്കലും 9/5 കുത്തരുത്. കാരണം നോക്കിക്കേ, ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഇൻ ഹൗ മെനി ഡേയ്സ് വാസ് ദി ടോട്ടൽ വർക്ക് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ആദ്യം ഉപയോഗിച്ച ഈ 3 ഡേയ്സും എടുക്കും. 3ഉം പിന്നീട് ആ റിമൈനിങ് ഉള്ള വർക്ക് നടക്കാൻ വേണ്ടി 9/5 ഡേയ്സ് കൂടെ എടുത്തു. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 24/5 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 9 കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 15 days. ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്, ആ സെയിം വർക്ക് എന്ത് ചെയ്യും? 20 days കംപ്ലീറ്റ് ആക്കും. ഓക്കെ, 2 പേരും കൂടെ 4 ദിവസം വർക്ക് ചെയ്തു. ഇഫ് ദേ ടുഗദർ വർക്ക് ഫോർ 4 days.
വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് വർക്ക് റിമൈനിങ്. ഓക്കെ, റിമൈനിങ് എത്ര ഫ്രാക്ഷൻ വർക്ക് ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി ഒറ്റയടിക്ക് എഴുതാം, എയും ബിയും. ഓക്കെ, എഫിഷ്യൻസി 60 അറിയാമല്ലോ, 60 നിങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങളായിട്ട് കണ്ടെടുത്താൽ എങ്ങനെ വന്നു. ഓക്കെ, ഞാൻ നേരത്തെ ഓൾറെഡി കുറേ നമ്പേഴ്സിനെ പറഞ്ഞിട്ടുണ്ട്. LCM 60. അപ്പോൾ ഇതിൻ്റെത് LCM 60. അപ്പോൾ എഫിഷ്യൻസി ഇവിടെ 4 വരും, ഇവിടെ 3 വരും. നോക്കിക്കേ, 4 ദിവസം ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ 4+3 ആയ 7 എഫിഷ്യൻസിയിൽ 4 ദിവസം വർക്ക് ചെയ്തു. 7 എഫിഷ്യൻസിയിൽ 4 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്ക് തീരും? ടോട്ടൽ 28. 60 ഉള്ളവര് 28 തീരും. ബാക്കി എത്രയേ ഉള്ളൂ? 28 പോയി കഴിഞ്ഞാൽ ബാക്കി 32 അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് വർക്ക് റിമൈനിങ് എന്ന് വെച്ചാൽ ടോട്ടൽ 60 ഉള്ളവര് 32 റിമൈനിങ് ആണ്. ഇത് നമുക്ക് 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 8/15. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് വർക്ക് റിമൈനിങ് എത്രയാണ്? ഓപ്ഷൻ ബി 8/15. ക്വസ്റ്റ്യൻ നമ്പർ 10 കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ബോസ് ഈസ് ട്വൈസ് ആസ് എഫിഷ്യന്റ് ആസ് അമൃത. ഓക്കെ, ബോസ് എന്ന് പറയുന്ന ആളെന്താണ്? അമൃതേനെ കാട്ടി 2 ഇരട്ടി എഫിഷ്യന്റ് ആണ്. എന്ന് വെച്ചാൽ ബോസിന്റെ എഫിഷ്യൻസി 2 ആണ്, അമൃതയുടെ എഫിഷ്യൻസി എന്താണ്? 1 ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ടേക്സ് 90 days ലെസ് ദാൻ അമൃത ടു കംപ്ലീറ്റ് ദ ജോബ്. ഓക്കെ, എഫിഷ്യൻസി കൂടുതലുള്ള ആളെപ്പോഴും എന്തേ ചെയ്യുള്ളൂ മക്കളെ? കുറച്ച് ടൈം മാത്രമേ എടുക്കുകയുള്ളൂ. ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനുള്ള ടൈമാണ്. ഓക്കെ, അപ്പോൾ പർട്ടിക്കുലർ ജോബ് എന്ന് പറയുമ്പോൾ വർക്ക് അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എഫിഷ്യൻസി ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി എന്തെന്ന് പറയാം? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം കീ ആയിട്ടുള്ള ഒരു പോയിന്റ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇവരുടെ ടൈമിന്റെ റേഷ്യോ ഇതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഈ എഫിഷ്യൻസിയുടെ ഇൻവേഴ്സ് ആയ 1:2 ആയിരിക്കും. ഓക്കെ, നോക്കിക്കേ, 90 days ലെസ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ റേഷ്യോന്റെ ടേംസിൽ എത്ര ദിവസമാണ് കുറവ്? 1 ഡേ എന്നല്ല, 1 യൂണിറ്റ് ആണ് കുറവ്. ആ 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? 9. അങ്ങനെയാണെങ്കിൽ ബോസ് എത്ര? 90. അങ്ങനെയാണെങ്കിൽ ബോസ് എത്ര ദിവസം എടുക്കും? 90 ദിവസം. അതേസമയം അമൃതയാണെങ്കിലോ 180 days. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? അവർ 2 പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും? 90ഉം 150 ആണ് ദിവസം. അങ്ങനെയാണെങ്കിൽ LCM നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞൂടെ 180 എന്ന്. പിന്നെ ഇവരുടെ 2 പേരുടെ എഫിഷ്യൻസിയുടെ സമ്മ എന്താണ്? 2 + 1 3 ആണ്ട്രാ മക്കളെ, 3. അപ്പോൾ 180/3 നമുക്ക് ഉത്തരം എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കീ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഈ ഒരു വർക്ക് കോൺസ്റ്റന്റ് ആണ്. എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം പീരീഡ് ആണ്. ആ ഒരു സാധനം അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ്. പലപ്പോഴും ആൾക്കാർക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന, ഇപ്പം ലൈറ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചോദ്യമാണ്. അപ്പം ഈ ഒരു ചോദ്യം എന്ത് ചെയ്യുക? നോട്ടീസ് ചെയ്യുക. 11ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 11ാമത്തെ ചോദ്യം. സംബ്രീൻ ആൻഡ് ഗരിമ വെറൈറ്റി ആയിട്ടുള്ള പേരാണ് അല്ലേ. സംബ്രീൻ ആൻഡ് ഗരിമ കംപ്ലീറ്റഡ് എ പീസ് ഓഫ് വർക്ക് ഇൻ 8 days. 2 പേരും കൂടെ ഒരുമിച്ച് കംപ്ലീറ്റഡ് എ പീസ് ഓഫ് വർക്ക് ടുഗദർ ഇൻ 8 days. ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 8 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. ഈ സംബ്രീൻ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 10 days. ഓക്കെ, അപ്പോൾ S+M ഒരു വർക്ക് നടക്കുന്നത്. സംബ്രീൻ ഒറ്റയ്ക്കാണ് ഒരു വർക്ക് നടക്കുന്നത്. ഓക്കെ, 10ഉം 8ഉം LCM എത്ര വരും ഇവിടെ? 80 ആണോ? അല്ല, 40 വരും. ഓക്കെ, LCM 40 വന്നു കഴിഞ്ഞാൽ 2 പേരുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 വരും. അതേസമയം സംബ്രീൻ്റെ മാത്രമാണെങ്കിൽ 4 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ, സോറി ഇവിടെ M ആണല്ലേ കൊടുത്തിരിക്കുന്നത്, G ആണേ. ഓക്കെ, ഗരിമയുടെ G. അപ്പം അങ്ങനെയാണെങ്കിൽ ഗരിമയുടെ എത്ര വരും? 4 + 1 അല്ലേടെ 5 വരുള്ളൂ. അപ്പം ഗരീമയുടെ എത്ര വരും? എഫിഷ്യൻസി 1 എന്ന് വരും. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? ഗരീമ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? നമുക്കറിയാം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. അപ്പം 40 / ഗരീമയുടെ എഫിഷ്യൻസി എത്ര കിട്ടും? ഓപ്ഷൻ ഡി 40 ആണെന്ത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. സാർ എന്ത് ചെയ്യും? റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഏത് സെഷൻ വേണമെന്നുള്ളതും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സെഷൻസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, 12ാമത്തെ ചോദ്യം നോക്കാം. A and B together do a piece of work in 12 days. ഓക്കെ, എയും ബിയും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യും? 12 days വർക്ക് ചെയ്യും. ഇത് നമുക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. ഡേയ്സ് എഴുതി പോവാം, മക്കൾക്ക് ഡൗട്ട് അടിക്കേണ്ട. ഡേയ്സ് എഴുതി പോവാം. ബിയും സിയും കൂടെ 15 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത എയും സിയും കൂടെ എന്താണ്?
20 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരുടെയൊക്കെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. നോക്കിക്കേ, എഫിഷ്യൻസി ഞാൻ കണ്ടുപിടിക്കാൻ പറ്റും. LCM നോക്കിക്കേ, LCM 12, 15, 20. അങ്ങനെയാണെങ്കിൽ LCM എത്ര വരും? 60 വരും ഇവിടെ മക്കളെ. 60 വന്നു കഴിഞ്ഞാൽ A+Bയുടെ എഫിഷ്യൻസി 5, ഇവിടത്തത് 4, ഇവിടത്തത് 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ, ഇത് എല്ലാത്തിൻ്റെയും കൂടെ എഫിഷ്യൻസി, അതായത് A+B + B+C + A+Cയുടെ എഫിഷ്യൻസി എത്ര എന്ന് പറയാം? 9, 3, 12. അതായത് 2A + 2B + 2C അതിൻ്റെ എഫിഷ്യൻസി ആണെന്ത്? 12. അപ്പോൾ A+B + Cയുടെ എഫിഷ്യൻസി എത്ര വരും? 6 വരും. നോക്കിക്കേടാ മക്കളെ, നോക്കിക്കേ, ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ A+B + Cയുടെ എഫിഷ്യൻസി നമുക്ക് എത്രയാണെന്ന് കിട്ടി? 6 കിട്ടി. ഓക്കെ, നമ്മുടെ ടോട്ടൽ വർക്ക് 60 ആണ്. 60 ഡിവൈഡഡ് ബൈ 6 എത്ര കിട്ടും? 10 കിട്ടും. ആൻസർ എത്ര കിട്ടും? 10. ഓപ്ഷൻ ബി ആണ് നമ്മുടെ എന്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ആണ്, നമ്മൾ ഇതുവരെ കാണാത്തൊരു പാറ്റേൺ. സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതാണ് എങ്കിൽ കൂടി ഇത്രയും ചോദ്യം ചെയ്തതിൽ വരാത്തൊരു പാറ്റേൺ. അപ്പോൾ നമ്മൾ കുറച്ചധികം പാറ്റേൺസ് പഠിച്ചു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങളൊക്കെ തന്നെ എന്തുള്ളൂ? ടൈം ആൻഡ് വർക്ക് എന്ന് വരാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വരുന്ന വേറൊരു ടോപ്പിക്കാണ് പൈപ്പ് ആൻഡ് സിസ്റ്റം. പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് വേറൊരു ടൈപ്പ്. ടൈം ആൻഡ് വർക്കിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് പൈപ്പ് ആൻഡ് സിസ്റ്റമിലും വരുന്നത്. നിങ്ങൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ എംറ്റിങ് എന്ന് പറയുന്ന പൈപ്പ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എഫിഷ്യൻസി വരും. എന്നുവെച്ചാൽ എന്താണ്? വെള്ളം ഒഴുകിപ്പോവാണ്, ഫില്ല് ചെയ്യാവില്ല, അത് നെഗറ്റീവായിട്ട് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 13ാമത്തെ ചോദ്യം. കപിൽ ആൻഡ് പ്രകാശ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 45 days. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 45 days വർക്ക് ചെയ്യാൻ പറ്റും. പ്രകാശ് ആൻഡ് പിഹു ക്യാൻ ഡു ദി സെയിം വർക്ക് ഇൻ 60 days. കപിൽ ആൻഡ് പിഹു ക്യാൻ ഡു ദി സെയിം വർക്ക് ഇൻ 60 days. ഓക്കെ, അപ്പം നേരത്തെ ചോദ്യത്തിൻ്റെ അതേ ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പം നോക്കിയപ്പോൾ 45, 60, 60. LCM എത്ര വരും ഇവിടെ? LCM 120, 180 വരും. 180 വന്നു കഴിഞ്ഞാൽ ആദ്യമേ കപിലും പ്രകാശും, പിന്നെ പ്രകാശും പിഹുവിന് ഞാൻ PI എന്ന് കൊടുക്കുന്നു, പിന്നെ കപിലും പിഹുവും, കപിൽ പിഹു. ഓക്കെ, അപ്പം 180 വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും 3 വരും, ഇവിടെ 4 വരും. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? 2 × K + P + PI എന്ന് പറയുന്നത് എത്ര വരും? നമുക്ക് 7, 7, 3, 10 വരും. അങ്ങനെയാണെങ്കിൽ K + P + PI എന്ന് പറയുന്നത് 5 വരും ഇവിടെ മക്കളെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന വർക്ക് പോരെ. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ആണ്. 180 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 36 കിട്ടും. ഇപ്പോഴും ഞാൻ പറയാണ്, ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പവഴി എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, മേലും താഴെ 2 ഇട്ട് കഴിഞ്ഞാൽ എന്തായി? ഇരട്ടി എടുത്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിൻ്റെ ഇരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 അല്ലേ? 360 ഇട്ട് 10 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 36. അപ്പോൾ അതൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക? പെട്ടെന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി 36 ആണത് ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ. നമുക്ക് 14ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 14ാമത്തെ ചോദ്യം. A and B can do a piece of work in 24 days. എക്കും ബിക്കും കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ട് തീരും? 24 days കൊണ്ട് തീരും. പിന്നെ പറയുന്നുണ്ട് എന്താണ് ക്വസ്റ്റ്യനിൽ? A is 2 times as efficient as B. എക്ക് എന്ന് പറയുന്നത് ബിനെ കാട്ടി ഇരട്ടി എഫിഷ്യൻസി ഉണ്ട്. അതായത് എയുടെ എഫിഷ്യൻസി 2 ആണ്, ബിയുടെ എഫിഷ്യൻസി 1 ആണ്. ഓക്കെ, ഇൻ ഹൗ മെനി ഡേയ്സ് ബി അലോൺ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണോ മക്കളെ? നോക്കിയേ, എയും ബിയും ഒരുമിച്ച് 24 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. 24 ദിവസവും എന്താണ് എയും ബിയും വർക്ക് ചെയ്യണം. അപ്പം 3 എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. നോക്കിക്കേടാ, ടൈം, എഫിഷ്യൻസി. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി. ഈ ടോട്ടൽ വർക്ക് ആര് ചെയ്യാണ്? ബി ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 24 × 3/1 ചെയ്താൽ പോരെ ബി അലോൺ ചെയ്യുന്ന വർക്ക് കിട്ടാൻ. എത്ര കിട്ടും ആൻസർ? നമുക്ക് നോക്കാം. 24 × 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 72 കിട്ടും ആൻസർ ഓപ്ഷൻ എ 72. ഓക്കെ, 15ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം.
Prasad alone can complete a work in 144 days. 144 എന്നുള്ള നമ്പറൊക്കെ കാണുമ്പോൾ അപ്പോഴേ ഓർത്തിരിക്കുക 12 × 12 ആണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാൽക്കുലേഷനിൽ എളുപ്പമായിരിക്കും. ഓക്കെ, ഹൗ മെനി പീപ്പിൾ വെയർ റിക്വയർഡ് വിത്ത് സെയിം എഫിഷ്യൻസി ആസ് പ്രസാദ്. പ്രസാദിൻ്റെ അതേ എഫിഷ്യൻസി ഉള്ള ആൾക്കാർ. അപ്പോൾ എഫിഷ്യൻസിയിലൊന്നും വ്യത്യാസമില്ല, 1 തന്നെയാണ്. ടു കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 16 ഡേയ്സ്. ഓക്കെ, ഇവിടെ പ്രസാദ് എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, പ്രസാദ് ഒരാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 104 ദിവസം കൊണ്ട് തീരും. അപ്പം മെന്ന് ഡേയ്സ്. ഇനി 16 ദിവസം കൊണ്ട് തീരണമെങ്കിൽ എത്ര മനുഷ്യർ വേണം? ഓക്കെ, ഇങ്ങനെയല്ലേടാ എഴുതുന്നത്. അപ്പം 1 × 16 ദിവസം കൊണ്ട് തീരണമെങ്കിൽ ഒരുപാട് ആൾക്കാർ വേണ്ടടാ. അപ്പം വലിയ നമ്പർ മേള്. അപ്പം 144 മേളിൽ ബൈ 16. നമുക്ക് അറിയാം 144 എന്ന് വെച്ചാൽ 12 × 12 ആണ്. 16 എന്ന് വെച്ചാൽ 4 × 4 ആണ്. നോക്കിക്കേ, 4 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 3 അല്ലേ? 3. അപ്പം എത്ര കിട്ടും? 9 men. പ്രസാദിൻ്റെ അതേ എഫിഷ്യൻസി ഉള്ള 9 men വേണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി എന്താണ്? 9 ആണെന്ത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 16th ചോദ്യത്തിലോട്ട് കടക്കാം. 16th ചോദ്യം, പി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 15 ഡേയ്സ്. പിക്ക് 15 ഡേയ്സിൽ വർക്ക് തീർക്കാം. വൈൽ ക്യൂ ക്യാൻ ഡു ഇറ്റ് ഇൻ 10 ഡേയ്സ്. LCM 30 ആണ്. ക്വസ്റ്റ്യൻ നോക്കുന്നു, LCM പറയുന്നു 30. അപ്പോൾ പിയുടെ എഫിഷ്യൻസി 2 വരും, ക്യൂവിൻ്റെത് 3 വരും. ഓക്കെ, വെറൈറ്റി ആയിട്ടുള്ള ചോദ്യം. ഇഫ് ദ വർക്ക് ഓൺ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം ആരാണ് എന്ന് പറയുന്നുണ്ട്, ബിഗിനിങ് വിത്ത് പി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം പി വർക്ക് ചെയ്താൽ രണ്ടാമത്തെ ദിവസം ക്യൂ, വീണ്ടും പി ക്യൂ, അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഒരു സൈക്കിൾ ബിൽഡ് ചെയ്യുന്നത് 2 ദിവസം ഇടവിട്ടാണ് സൈക്കിൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ആദ്യത്തെ ദിവസം 2 വർക്ക് തീരും. ഫസ്റ്റ് ഡേ 2 വർക്ക്, സെക്കൻഡ് ഡേ 3 വർക്ക് തീരും. അപ്പം 2 ദിവസത്തിൽ നമുക്ക് എത്ര വർക്ക് തീരും എന്ന് പറയാം? 5 വർക്ക് തീരും എന്ന് പറയാം. 2 ദിവസത്തിൽ 5 വർക്ക് തീരും. നമുക്ക് ടോട്ടൽ എത്ര വർക്കാണ് മക്കളെ ഉള്ളത്? ടോട്ടൽ നമുക്ക് 30 വർക്കുണ്ട് അല്ലേ? 30 വർക്കുണ്ട്, ടോട്ടൽ 30 വർക്കുണ്ട്. അപ്പം 5നെ 30 ആക്കാൻ വേണ്ടി × 6 ആണ്. അപ്പം 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ, എത്ര കിട്ടും? 12 ദിവസം കൊണ്ടാണ് എന്ത് ഈ ഒരു 30 വർക്ക് തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, 17ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 17ാമത്തെ ചോദ്യം സെയിം ടൈപ്പ് ചോദ്യം, ആൾട്ടർനേറ്റീവ് ഡേയ്സിൻ്റെ ചോദ്യം. ദേവും രോഹിത്തുമാണ്. അവിടെ 12ഉം 36ഉം ആണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എന്ത് പറയാം? വർക്ക് 36 ആണ്. അപ്പം ദേവിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര കിട്ടും? 3 കിട്ടും. രോഹിത്തിൻ്റെ ആണെങ്കിൽ 1 കിട്ടും. ആദ്യത്തെ ദിവസം 3 വർക്ക് തീരും, രണ്ടാമത്തെ ദിവസം 1 വർക്ക് അല്ലേ? അപ്പം 2 ദിവസത്തിൽ 4 വർക്ക് തീരും. ടോട്ടൽ 36 വർക്കാണ് തീരേണ്ടത്. 36 എന്ന് വെച്ചാൽ × 9. അപ്പം 2 × 9 എത്ര ദിവസം? 18 ഡേയ്സ്. 18 ഡേയ്സിൽ 36 വർക്ക് തീരും. ഓപ്ഷൻ ഡി ആണെന്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 18ാമത്തെ ചോദ്യത്തിലോട്ട് നോക്കാം. അൻമോൾ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 96 ഡേയ്സ്. കുറച്ചുകൂടെ വലിയ നമ്പേഴ്സാണ് വരാൻ പോകുന്നത്. ഓക്കെ, അൻമോൾ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 98 ഡേയ്സ്. ഇഷ ക്യാൻ ഡു ദി സെയിം വർക്ക് ഇൻ 60 ഡേയ്സ്. ഓക്കെ, അപ്പം 96 ആണ് വലിയ നമ്പർ. നമുക്ക് നോക്കാം 96. ഇത് ഇത്തിരി കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫ്രാക്ടറൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, 6 കൊണ്ടുപോകും. 6 കൊണ്ട് പോയി കഴിഞ്ഞാൽ 1 × 16, ഇവിടെ 10 വിട്ട് 2 കൊണ്ട് പോകും. 2 കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 8, 5. ഓക്കെ, LCM അപ്പോൾ എത്രയെന്ന് കിട്ടും? 96 × 5. 96 × 5 എത്രയാണ്? 96 × 5 480. അപ്പം നമുക്ക് അൻമോളിൻ്റെ എഫിഷ്യൻസി 5 എന്നും അതേസമയം ഇഷയുടെ എഫിഷ്യൻസി 480/60 48/6 8 എന്നും കിട്ടും. ഓക്കെ, ഇഫ് ദേ ടുഗദർ വർക്ക് ഫോർ 30 ഡേയ്സ്. 30 ദിവസത്തേക്ക് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. അതിനുശേഷം ഇഷ ലെഫ്റ്റ് ആവും. ഓക്കെ, 30 ദിവസം ടുഗദർ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ 8 + 3 13. 13 × 30 അതായത് 390 വർക്ക് അവർ ഒരുമിച്ച് ചെയ്യും. 480ൽ 390. 390 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാ? ബാക്കി നമുക്ക് 90 വർക്കുണ്ട്. ആ 90 വർക്ക് ആരാ ചെയ്യുന്നത്? ഈ അൻമോൾ ഒറ്റയ്ക്ക്. അപ്പോൾ ആ 90/5 അല്ലെങ്കിൽ 5 എന്ന് പറയുന്നത് എത്ര കിട്ടും? നമുക്ക് 18 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 18 ദിവസമാണ് അൻമോള് റിമൈനിങ് വർക്ക് ചെയ്യാൻ എടുക്കുന്ന
ഡേയ്സ്. അപ്പോൾ ഓപ്ഷൻ സി 18 ഇതിൻ്റെ ആൻസർ. 19th ചോദ്യത്തിലോട്ട് കിടക്കാം. സോഹൻ ആൻഡ് റോഹൻ. സോഹനും റോഹൻ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 18 days ഇഫ് സോഹൻ അലോൺ ക്യാൻ ഡു ദി സെയിം വർക്ക് ഇൻ 27 days. ഓക്കെ, അപ്പം നമുക്ക് LCM ഒറ്റയടിക്ക് പറയാം എത്രയാണ്? 27 × 2 54, 18 കൊണ്ട് ഡിവിസിബിൾ ആണ്, അപ്പം 54. അപ്പോൾ സോഹൻ്റെ റോഹൻ്റെയും കൂടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി 3. അതേസമയം സോഹൻ്റെ മാത്രമായിട്ടുള്ളത് 2. സോഹൻ്റെ മാത്രമായിട്ട് 2. അപ്പോൾ റോഹൻ്റെ എത്ര വരും? 1 വരും. ടോട്ടൽ വർക്ക് 54. അപ്പോൾ 54 റോഹൻ്റെ എഫിഷ്യൻസി 1. അപ്പോൾ 54 എന്ത് എഫിഷ്യൻസി അല്ല, നമ്പർ ഓഫ് ഡേയ്സ്. ആര്? റോഹൻ. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയാണ്, കാരണം ഇതേ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ചെയ്തു പോവാം. ഓക്കെ, 20th ചോദ്യം. രവി ക്യാൻ ഡെക്കറേറ്റ് എ വോൾ ഇൻ 6 hours വൈൽ അങ്കിത ക്യാൻ ഡെക്കറേറ്റ് ദി സെയിം വോൾ ഇൻ 10 hours. ഓക്കെ, അവർ സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുക. സൈമൾട്ടേനിയസ് എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് എന്നുള്ള, സൈമൾട്ടേനിയസ് എന്ന് വെച്ചാൽ ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓൾട്ടർനേറ്റ് അല്ല, സോറി, ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം? നേരത്തെ ചെയ്തിട്ടുള്ള ടൈപ്പാണ്. ടോട്ടൽ വർക്ക് എത്ര വരും? 30 വരും. LCM ആയ 30. ഓക്കെ, 30 വന്നു കഴിഞ്ഞാൽ രവിയുടെ എത്ര വരും? രവിയുടേത് 5, അങ്കിതേത് 3. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ 30 എത്ര എന്ന് കിട്ടും? 8 കിട്ടും. 30/8 എന്ന് വെച്ചാൽ പകുതി എടുക്കുക. പകുതി എടുത്തു കഴിഞ്ഞാൽ 15, വീണ്ടും പകുതി എടുത്തു കഴിഞ്ഞാൽ 7.5, വീണ്ടും പകുതി എടുക്കുക. ഓക്കെ, അപ്പം 7.5ൻ്റെ പകുതി 3.75 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. നേരത്തെ ചെയ്ത അതേ ചോദ്യങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, 21th ചോദ്യം. ഇത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. A and B can do a same piece of work in separately in 10 and 15. അപ്പം 30 അല്ലേടാ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. എയുടെ എഫിഷ്യൻസി 3 വരും, ബിയുടേത് 2 വരും. ഓക്കെ, ബി അലോൺ വർക്ക് ഫോർ 3 days ആൻഡ് ദെൻ ലെഫ്റ്റ്. ബി ഒറ്റയ്ക്ക് 3 ദിവസം വർക്ക് ചെയ്തു, അതായത് 2 × 3 6 വർക്ക് തീർന്നു. ബാക്കി 24 വർക്ക് ആരാണ് ചെയ്തത്? എ ആണ് ചെയ്തത്. ഓക്കെ, റിമൈനിങ് വർക്ക് എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിമൈനിങ് വർക്ക്സ് എ ചെയ്യും. 24 3 എഫിഷ്യൻസി ഉണ്ട്, അപ്പോൾ എത്ര? 8 days കൊണ്ട് തീരും. 22th ചോദ്യം. A and B can complete a piece of work in 18 days and 36 days respectively. എന്ന് പറയുമ്പോൾ തന്നെ ടോട്ടൽ വർക്ക് 36 എന്ന് കിട്ടി. എയുടെ എഫിഷ്യൻസി 2, ബിയുടേത് 1. ഓക്കെ, അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് 8 ദിവസം വർക്ക് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 × 8 24 വർക്ക് തീർന്നു. 24 വർക്ക് തീർന്നു. ബാക്കി 12 വർക്കേ ഉള്ളൂ. ആ 12 വർക്ക് ആര് ചെയ്യും? ബി ചെയ്യും. അപ്പം എത്ര how many days will take B to complete the rest of the work? അപ്പം 12 വർക്ക് ചെയ്യാൻ ബിക്ക് ഒരു എഫിഷ്യൻസി വെച്ച് 12 ദിവസം എടുക്കും. അപ്പോൾ റിമൈനിങ് 12 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ബി ആ ഒരു വർക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആകും. നമ്മളിപ്പം ഒരു ലാസ്റ്റ് 5 questions എന്താണ്? ഇത്തിരി സ്പീഡിൽ പോവുകയാണ്. കാരണം എന്താണ്? നമ്മളെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം. സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യമേ കുഞ്ഞു കാര്യങ്ങൾ വരെ എടുത്തെടുത്ത് പറയും, പിന്നെ സ്പീഡ് കയറ്റി വരണം. ഓക്കെ, റാണു ക്യാൻ ഫിനിഷ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. 23th ചോദ്യമാണ്. റാണു ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days വൈൽ റൂബി ക്യാൻ ഫിനിഷ് ദ സെയിം വർക്ക് ഇൻ 15 days. LCM 30. 15ൻ്റെയും 10ൻ്റെയും LCM 30. അങ്ങനെയാണെങ്കിൽ റാണുവിൻ്റെ എത്ര എഫിഷ്യൻസി? 3, റൂബിയുടേത് 2. ആൾട്ടർനേറ്റ് ഡേയ്സ് വർക്ക് ചെയ്യുകയാണ് അല്ലേ? റാണു തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ഡേ എത്ര വർക്ക്? 3 വർക്ക്. സെക്കൻഡ് ഡേ 2 വർക്ക്. അപ്പോൾ 2 ദിവസം കൊണ്ട് അവർ 5 വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. 30 കിട്ടാൻ വേണ്ടിയിട്ട് × 6. അപ്പോൾ ഇവിടെ × 6 12 വരും. നമ്മുടെ ഓപ്ഷൻ ഡി. എനിക്ക് തോന്നുന്നു ഈ സെയിം ചോദ്യം നമ്മൾ പേര് മാറ്റി എന്തോ നേരത്തെ ചെയ്ത്, എല്ലാം പ്രീവിയസ് ഇയർ ആണ്, അതുകൊണ്ട് വരുന്നതാണ്. ഓക്കെ, എന്നിരുന്നാലും ചെയ്യാം. ഓക്കെ, അപ്പം 24th ചോദ്യത്തിലോട്ട് കിടക്കാം. A can paint 7 chairs in 1 hour. 7 chairs in 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 മണിക്കൂർ 7 ചെയേഴ്സ് പെയിൻ്റ് അടിക്കാം. ബി ക്യാൻ പെയിൻറ്റ് 4 chairs in 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എഫിഷ്യൻസിയാണ് ആ തന്നേക്കുന്നത്. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. ഇവിടെ ചെയ്യുന്ന വർക്ക് എന്താണ്? പെയിൻ്റ് അടിക്കുന്നു, 1 യൂണിറ്റ് ടൈം. അപ്പോൾ ഈ എയുടെ എഫിഷ്യൻസി എന്താണ്? 7 ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം. ബിയുടെ എഫിഷ്യൻസി എന്താണ്? 4. കാരണം എന്താണ്? 4 chairs 1 മണിക്കൂറിൽ. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം ആണെന്ത്? എഫിഷ്യൻസി. 1 മണിക്കൂർ ചെയ്യുന്ന വർക്കല്ലേടാ,
അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? എഫിഷ്യൻസി വരും. ഡിറ്റർമിൻ ഹൗ മച്ച് ടൈം വിൽ റിക്വയർഡ് ടു പെയിൻറ്റ് 55 ചെയർ. 55 ചെയർ ചെയ്യുക. അപ്പോൾ അവിടുത്തെ ടോട്ടൽ വർക്ക് എന്താണ്? 55 ചെയർ പെയിന്റ് അടിക്കാൻ അവർക്ക് ടുഗദർ എത്ര വേണം? ടുഗദർ അവരുടെ എഫിഷ്യൻസി എത്ര ആണ്? 11 ആണ്. അപ്പോൾ 55/11 എത്ര കിട്ടും? നമ്മുടെ ആൻസർ 5 കിട്ടും. അപ്പോൾ ഇവിടുത്തെ കീ ആയിട്ടുള്ള പോയിന്റ് ഈ ഒരു സാധനം നമ്മൾ എഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ്. അതാണ് ഞാൻ ഇവിടെ സ്റ്റാർ മാർക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കാണാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കും മക്കളെ. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ പതിഞ്ഞ് കിടക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. 25ാമത്തെ ചോദ്യം. നമ്മളെ 25 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന എല്ലാ സീരീസിൻ്റെ ലാസ്റ്റ് എല്ലാ സെഷനും 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു വേജ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ആദ്യം തന്നെ പറയാം, വേജ്. അപ്പം പൈസ, നമ്മളിപ്പം പൈസ കൊടുക്കുന്നത് എന്തിനാണ്? ചെയ്യുന്ന ജോലിക്ക്. അപ്പം വർക്കിനനുസരിച്ച് ഒരാൾ എത്ര വർക്ക് ചെയ്തോ അതിനനുസരിച്ചാണ് എന്ത് പൈസ കൊടുക്കുന്നത്. അപ്പം വേജ് കൊടുക്കുന്നത് എന്തിനനുസരിച്ചാണ്? ചെയ്ത വർക്കിന് വെച്ചിട്ടാണ് എന്ത് വേജ് കൊടുക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, മനീഷ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 7 days വൈൽ അനിൽ ക്യാൻ ഡു ദി സെയിം വർക്ക് ഇൻ 6 days. അപ്പം LCM എന്താണ്? ഇത് രണ്ടും എന്താണ്? ഇതിന് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ LCM എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ മനീഷിൻ്റെ ഇത് എഫിഷ്യൻസി വർക്ക് എന്ന് പറയുന്നത് നമുക്ക് 42 കിട്ടും. മനീഷിൻ്റെ എഫിഷ്യൻസി 6 എന്നും അനിലിൻ്റെ എഫിഷ്യൻസി 7 എന്നും കിട്ടും. ഓക്കെ, അവർ ടുഗദർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ടുഗദർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡേയ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പം അവർ ഒരു പർട്ടിക്കുലർ ഡേയ്സ്, ഇപ്പം മനീഷ് എന്ന് പറയുന്നത് 6x ഡേയ്സ് ആണെങ്കിൽ 6x ഡേയ്സ് വർക്ക് ചെയ്യും. അനിൽ എന്ന് പറയുന്നത് 7x. അപ്പോൾ എക്സും വെട്ടിപ്പോയിട്ട് അവരുടെ വർക്കിൻ്റെ റേഷ്യോ എന്താണ്? 6:7 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു റേഷ്യോയിലായിരിക്കും എന്ത് വേജ് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 13 റേഷ്യോ എന്ന് പറയുന്നതാണ് എന്ത് 390. അതായത് × 30 അല്ലേടാ? × 30 ആണ്. അങ്ങനെയാണെങ്കിൽ മനീഷിന് എത്ര ഏണിങ്സ് കിട്ടും? മനീഷിന് നോക്കിക്കേ, മനീഷിന് 6 × 30. 6 × 30 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 180 രൂപ കിട്ടും. ഓക്കെ, 180 രൂപ. ഇവിടെ ഇപ്പം ഡേയ്സ് സെയിം ആയതുകൊണ്ടാണ് നമുക്കത് ചെയ്ത് നോക്കേണ്ടാത്ത അവസ്ഥ വന്നത്. അതേസമയം ഡേയ്സ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡേയ്സ് ഒക്കെ കണ്ടുപിടിച്ച് ഡേയ്സിൻ്റെ എഫിഷ്യൻസിയുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴേ എന്ത് ചെയ്യും? ഓരോ ആളും ചെയ്ത വർക്ക് കിട്ടുള്ളൂ. അതിനനുസരിച്ചായിരിക്കും എന്ത് പൈസ പോകുന്നത്. ഇവിടെ ആ ഒരു സംഭവം വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ് വേജ് നമ്മൾ കൊടുക്കുന്നത്. പൈസ എപ്പോഴും കൊടുക്കുന്നത് എന്താ? ചെയ്ത വർക്കിന്. ഓക്കെ, അത് പെട്ടെന്ന് ചെയ്താലും താമസിച്ച് ചെയ്താലും ചെയ്ത വർക്കിന് എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷൻസ്. അപ്പം ഇനിയും ഇത്ര മാത്രമാണ് ടൈം ആൻഡ് വർക്ക് ഒതുങ്ങി കിടക്കുന്നതെന്ന് ഞാൻ പറയില്ല. ഒരുപാട് ചോദ്യങ്ങൾ കാണും. നമ്മളിപ്പം ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്? RRB ഗ്രൂപ്പ് D ലെവല് ചൊറഞ്ഞ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ലെവൽ കൂടി ചോദ്യങ്ങൾ ഇനിയും വർക്കൗട്ട് ചെയ്ത് ഡൗട്ടുള്ളത് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.